ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷീ മാഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജോലിയുള്ള ദിവസത്തെ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. തൊട്ടടുത്ത ദിവസത്തേക്ക് ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജോലിയുള്ളൊരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നു, കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം നേരെ തന്നെ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാനോ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കാറില്ല. ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ ഫ്രഷായി വൈകുന്നേരത്തെ കലാപരിപാടികളൊക്കെ തീർന്ന് ഒരു 7 മണി 7 സമയമാകുമ്പോഴേ ഞാൻ കിച്ചണിലേക്ക് പിന്നെ വരുള്ളൂ. അപ്പോൾ ആദ്യം കിച്ചൺ ക്ലീനായി കിടക്കാൻ വേണ്ടി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലിയർ ആക്കും. പിന്നെ പാത്രം കഴുകാനുള്ളതൊക്കെ ഉണ്ടാകും, അതൊന്ന് കഴുകി വെക്കുകയാണ്. ഇതിപ്പോൾ ഉച്ചക്കത്തതും വൈകുന്നേരത്തെ ചായക്കുടി പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പം കഴുകാൻ എല്ലാ ദിവസവും ഒന്നും ഒരു മൂഡുണ്ടാവില്ല. ചില ദിവസമൊക്കെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പം തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിൽ ഓൾറെഡി ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷമാണ് മക്കളുടെ ടിഫിനും കിറ്റും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മക്കളുടെ ടിഫിൻ ബോക്സ് എല്ലാം ഓപ്പൺ ചെയ്ത് അതിലെ വേസ്റ്റൊക്കെ കളഞ്ഞ് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് ഒന്ന് അങ്ങനെ വെക്കും. കാരണം ഉച്ചയ്ക്ക് കഴിച്ച ടിഫിൻ ബോക്സ് ആണല്ലോ, അവർക്ക് കഴുകാനുള്ള സൗകര്യമുണ്ട്, പക്ഷെ അവരുടെ ക്ലാസ്സൊക്കെ മുകളിലായതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഈ വാഷ് ബേസിനിൽ കുറച്ച് വെള്ളം കെട്ടി വെക്കുന്നൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് ഞാനത് കഴുകി വെക്കാറുള്ളൂ. ഇനിയിപ്പോൾ നാളത്തെ കുറച്ച് പ്രിപ്പ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുകയാണ്. ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചിരണ്ടാനുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച തേങ്ങ ആയിരുന്നു. അപ്പോൾ അതെടുത്ത് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ടേക്ക് എടുത്ത് വെച്ചു കേട്ടോ ആദ്യം തന്നെ. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിപ്പിച്ച് ഇവിടെ കൊണ്ടുവച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റീഫില്ല് ചെയ്യാനുണ്ട്. സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പം അതുകൊണ്ട് അതെല്ലാം ഒന്ന് റീഫില്ല് ചെയ്ത് വെക്കാനുണ്ട്. ഞാൻ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന 2 പാത്രങ്ങളാണ് കേട്ടോ ഇത്, കുഞ്ഞി പാത്രങ്ങൾ. അപ്പോൾ അത് രണ്ടും ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. മഞ്ഞൾപ്പൊടീൻ്റെ പാത്രം ഞാൻ ഓൾറെഡി കഴുകിയൊക്കെ വെച്ചിരുന്നു. മുളക് പൊടീൻ്റെ പക്ഷേ എനിക്ക് കഴുകാനുള്ളൊരിത് കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ കഴുകി കഴിഞ്ഞ് ഉണങ്ങി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ പുറത്തുള്ള ഭാഗമൊക്കെ ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ബാക്കി അതിൽ ഫില്ല് ചെയ്തതിൻ്റെ ബാക്കി മുളക് പൊടി ഞാൻ ഇതേപോലെ ഒരു സ്റ്റീൽ കണ്ടെയ്നറിലാണ് കേട്ടോ സൂക്ഷിച്ച് വെക്കാം. അതാകുമ്പോൾ പിന്നെ കേടുവരെ ഒന്നും ചെയ്യില്ല, എത്ര കാലം വേണമെങ്കിലും നല്ല വൃത്തിയിൽ അവിടെ നിന്നോളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഞാനൊന്ന് കണ്ടെയ്നറിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പം ഇതിൻ്റെ മുകളിലൊക്കെ വൃത്തികേടുകളൊക്കെ ആവും കേട്ടോ. എനിക്ക് ഈ കൗണ്ടർ കാണിക്കുമ്പോൾ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഈ വെള്ള ടൈൽസിൻ്റെ മുകളിൽ മഞ്ഞൾക്കറ പിടിക്കൂലേ എന്നുള്ളത്. അങ്ങനെ പിടിക്കില്ല കേട്ടോ, നമ്മൾ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിടിക്കില്ല. വെച്ചിട്ടുണ്ടെന്നാൽ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അതങ്ങോട്ട് മാറും. അപ്പോൾ അവിടെ 2 വർഷമാവാറ് കേട്ടോ ഞങ്ങളിവിടെ താമസാക്കിയിട്ട്. എനിക്കിതുവരെ അങ്ങനെ മഞ്ഞൾക്കറ ഒന്നും പിടിച്ചിട്ടില്ല. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കറിയൊക്കെ ചിന്തുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ വെളിച്ചെണ്ണയുടെ ഇതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കുകയാണ്. നമ്മൾ തലേന്ന് രാത്രി ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, എന്തൊക്കെയാണ് കുറവുള്ളത്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് അത്ര രാവിലെ ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യേണ്ടി വരില്ല. പിന്നെ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, സൂപ്പർ സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെന്ന് വെച്ചാൽ അത് വാങ്ങി വെക്കണം, നല്ലതാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ്. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ മീൻ ഒന്ന് കായൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്ത് വരുന്ന സമയം കൊണ്ട് നാളെ ഞാൻ പയറാണ് ഉപ്പേരി വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ പയറിൻ്റെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കും. അതിന് ശേഷം ഞാൻ ഉപ്പേരിക്ക് അരിയുള്ളൂ. പിന്നെ ഒരു 3-4 ഉള്ളി ഉണ്ട്, അപ്പോൾ അതൊന്ന് തോല് കളഞ്ഞിട്ട് അതും ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ. പിന്നെ ഇതേപോലെ നമ്മൾ പച്ചക്കറി കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മളെ കൗണ്ടർ അത്ര വൃത്തികേടാവില്ല കേട്ടോ. അപ്പം നമ്മൾ എടുത്ത പണി തന്നെ പിന്നെയൊക്കെ എടുക്കേണ്ടി വരും. അതിന് ആ ഒരു സംഭവം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചിരണ്ടി വെക്കുകയാണ്. ഞാനൊരു ഫുള്ള് തേങ്ങ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തേങ്ങ ചിരണ്ടണ പണി രാവിലെ ഭയങ്കര ഭയങ്കര മടിയുള്ളൊരു പണിയാണ്. അപ്പോൾ നമ്മൾ ഇത് ഈ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ തേങ്ങ ചിരണ്ടി വെക്കുന്നത് ഭയങ്കര ആശ്വാസം കേട്ടോ. രാവിലെ ഭയങ്കര ഈസിയാണത്. തേങ്ങ ചിരണ്ടി എടുക്കാൻ തന്നെ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനത്തെ ചൊറിഞ്ഞ പണികളൊക്കെ നമ്മൾ രാത്രി തന്നെ ഒന്ന് ചെയ്ത്
കഴിഞ്ഞാൽ രാവിലെ കുറേ ഹറിബറികളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഞാൻ തേങ്ങ ചണ്ടിയിട്ട് ഇങ്ങനെ ഒരു കണ്ടെയ്നറുകളിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഞാൻ മറ്റേ ഫസ്റ്റിലുള്ളത് കുറച്ച് തോനുള്ളത് ഞാൻ മാറ്റി, ഇതിപ്പോൾ ഇനി നാളേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങ ഞാനത് രണ്ടാമത് വേറൊരു കണ്ടെയ്നറിലേക്കും കൂടി ആക്കി വെക്കുകയാണ്. ഈ 2 കണ്ടെയ്നറുകളും ഞാൻ ഇതേപോലെ ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. താഴെ സൂക്ഷിക്കില്ല, തേങ്ങ ആയതുകൊണ്ട് അത്ര അങ്ങോട്ടൊരു വിശ്വാസമില്ല, ചിലപ്പോൾ എങ്ങാനും കേടുവന്ന് പോയാലോ എന്നുള്ളൊരിതുകൊണ്ട് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് ആ പടികളൊക്കെ തീർന്നതിന് ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇക്കാക്കാനായിട്ട് ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കാറ്. 2-3 എണ്ണത്തിൻ്റെ കാര്യമേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ അത്ര വലിയ ഭാരമായിട്ട് തോന്നാറുമില്ല. ഇതിപ്പോൾ ഒരു ശീലം പോലെയാണ്. ആദ്യ കാലങ്ങളിലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം പിന്നെ പക്ഷേ എന്താ പറയുക, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈ പണികളൊക്കെ എല്ലാം തീരും കേട്ടോ. ചപ്പാത്തി ചുടുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഓരോ പണി തീരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ എടുത്തതൊക്കെ അതാത് സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഇത് ഈ ചപ്പാത്തി ചുടുന്ന സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അതൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള കുറേ സമയം അങ്ങനെ നിൽക്കണ്ട, അപ്പോൾ തന്നെ എല്ലാം ക്ലീൻ ആവും. അപ്പോൾ അതാ ചപ്പാത്തി പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഈ ഉള്ളി, പയർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനൊന്ന് മാറ്റുകയാണ്. ഉള്ളി ഇതാ തോല് കളഞ്ഞ് കഴുകി ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. പിന്നെ അത് എടുത്ത് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വെറുതെ ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയാണ്, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എന്താ പയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. നല്ല കുഞ്ഞതാക്കിയിട്ട് കട്ട് ചെയ്യില്ല, എന്നാൽ നല്ല വലുതാക്കിയിട്ടും കട്ട് ചെയ്യില്ല, ഒരു മീഡിയം സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അതും ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഇതും ഭയങ്കര സുഖമാണ് കേട്ടോ. രാവിലെ നമ്മൾ ടൈം സേവ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഈ രാത്രി വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ TV കണ്ടു ഫോണിലൊക്കെ നോക്കിയിരിക്കണം. ആ ഒരു മാക്സിമം പോയാലും ഒരു 3/4 മണിക്കൂർ അത്രയും വേണ്ടി വരില്ല, അത്ര സമയം മതി നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ സുഖത്തിൽ പെട്ടെന്ന് തീർന്നു കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പ്രെപ്പിംഗ് ഒക്കെ ചെയ്തത്. പ്രെപ്പിംഗ് ചെയ്യാത്ത രാവിലെകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ആ പണികളും കഴിഞ്ഞതിന് ശേഷം അത് അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തു. ഞാൻ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാനൊരു രാത്രി ഞാൻ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.